ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 8-9. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലഭൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷൻ നബീ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. സമാഹിതനായ തത്വവിജ്ഞാനി കാണുന്നവനും കേൾക്കുന്നവനും സ്പർശിക്കുന്നവനും വാസനിക്കുന്നവനും ഭക്ഷിക്കുന്നവനും ഗമിക്കുന്നവനും ഉറങ്ങുന്നവനും ശ്വസിക്കുന്നവനും സംസാരിക്കുന്നവനും വിസർജിക്കുന്നവനും ഗ്രഹിക്കുന്നവനും കണ്ണുകളെ പൂട്ടിത്തുറക്കുന്നവനും ഒക്കെയാണെങ്കിലും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വർത്തിക്കുന്നു എന്ന് ധരിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ വിജ്ഞാനി കർമ്മം ഒന്നും ചെയ്യുന്നേയില്ല എന്ന് പറഞ്ഞു. അതിനെ വിസ്തരിക്കുകയാണ് ഇവിടെ 2 ശ്ലോകങ്ങളെ കൊണ്ട്. വിജ്ഞാനി എന്ന് പറയുമ്പോൾ തത്വവിജ്ഞാനി, ആത്മാവിൻ്റെ യഥാതഥമായ ഭാവത്തെ ആരറിയുന്നുവോ അയാളാണ് തത്വജ്ഞാനി അഥവാ പരമാർത്ഥദർശി. അപ്പൊ എല്ലാവരും എങ്ങനെയാണ് ആത്മാവിനെ അറിയുന്നത്? ആത്മാവിനെ ശരീരം എന്നറിയുന്നവരുണ്ട്, ആത്മാവിനെ മനസ്സ് എന്നറിയുന്നവരുണ്ട്, ആത്മാവുമായി ശരീരം കൂടിച്ചേർന്നിരിക്കുകയാണെന്ന് അറിഞ്ഞവരുണ്ട്. ഇങ്ങനെ കലർപ്പോട് കൂടി അറിഞ്ഞവരാണ് പലരും. അതുകൊണ്ടാണ് ശരീരം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ആത്മാവിൽ ആരോപിക്കപ്പെടുന്നത്. മനസ്സിന് വിഷമം ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് വിഷമായി എന്ന് പറയുന്നതിൻ്റെ കാരണം മനസ്സ് ആത്മാവാണെന്നുള്ള ഭാവത്തിലാണ്. അതുകൊണ്ട് തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഇതൊന്നും അല്ല ആത്മാവ്. ആത്മാവിൻ്റെ യഥാതഥമായ എപ്രകാരം തഥാ അപ്രകാരം, എപ്രകാരമാണോ അപ്രകാരം അങ്ങനെയുള്ള ഭാവത്തെ ആരറിഞ്ഞിരിക്കുന്നു അയാളാണ് തത്വജ്ഞാനി. അയാളാണ് പരമാർത്ഥം അറിയുന്ന ആള്. അപ്പൊ അതില് പറയാണ്, അയാളുടെ ആ സ്ഥിതി പറയുകയാണ്. ആദ്യം പറഞ്ഞു പശ്യൻ എന്ന്. പശ്യൻ എന്ന് പറഞ്ഞാൽ നേത്രേന്ദ്രിയത്തെ കൊണ്ട് രൂപങ്ങളെ കാണുന്നവൻ ആണെങ്കിലും, ശൃണ്വൻ എന്ന് പറഞ്ഞു ശ്രോത്രേന്ദ്രിയത്തെ കൊണ്ട് ശബ്ദങ്ങളെ കേൾക്കുന്നവനാണെങ്കിലും, പിന്നെ പറയാണ് സ്പൃശൻ എന്ന് ത്വഗ് ഇന്ദ്രിയത്തെ കൊണ്ട് സ്പർശത്തെ അറിയുന്നവനാണെങ്കിലും, പിന്നെ പറഞ്ഞു ജിഗ്രൻ എന്ന് ഘ്രാണേന്ദ്രിയത്തെ കൊണ്ട് ഗന്ധത്തെ അറിയുന്നവനാണെങ്കിലും, പിന്നെ പറഞ്ഞു അശ്നൻ. അശ്നൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കഴിക്കുന്നവനാണെങ്കിലും, പിന്നെ ഗച്ഛൻ എന്ന് പറഞ്ഞു, ഗച്ഛൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നവനാണെങ്കിലും, സ്വപൻ എന്ന് പറഞ്ഞു. സ്വപൻ എന്ന് പറയുമ്പോൾ ഉറങ്ങുകയും ചെയ്യുന്നവൻ. ശ്വസൻ എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തെ ചെയ്യുന്നവൻ. പ്രലഭൻ സംസാരിക്കുന്നവൻ. വിസൃജൻ മലമൂത്രാദി വിസർജനം ചെയ്യുകയും. ഗൃഹിണൻ. ഗൃഹിണൻ എന്ന് പറയുമ്പോൾ അവിടെ ഗ്രഹിക്കുക, പദാർത്ഥങ്ങളെ ഗ്രഹിക്കുക ചെയ്യുന്നവൻ. ഉന്മിഷൻ നിമിഷൻ നബി കണ്ണുകളെ പൂട്ടി തുറക്കുകയും ഒക്കെ ചെയ്യുന്നവനാണെങ്കിലും, ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പണിയൊക്കെ ചെയ്യുമ്പോഴും സാധാരണക്കാരെ പോലെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഭേദവും ഇല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവയെല്ലാം കരണവ്യാപാരങ്ങളാണ്. കരണങ്ങൾ വ്യാപരിക്കുന്നു. ഞാൻ ആത്മാവ് സർവകരണങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ശബ്ദം ഞാൻ 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 എന്നാണ്. ഈ ഞാൻ ആത്മാവ്, ബാക്കിയെല്ലാം എന്താണ്? എൻ്റെ.
എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, എൻ്റെ ത്വക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്നിൽ നിന്ന് അന്യമാണ് എൻ്റെ പുസ്തകം, എൻ്റെ ഫോണ്, എൻ്റെ വീട്, എൻ്റെ വാഹനം എന്നൊക്കെ പറയുന്ന പോലെ എന്നിൽ നിന്ന് അന്യമായതിനെയാണ് ഞാൻ എൻ്റെ കൊണ്ട് പറയാറ്. അപ്പം എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, എൻ്റെ ത്വക്ക്, എൻ്റെ വാക്ക്, എൻ്റെ പാണി, എൻ്റെ പാദം, എൻ്റെ പായ്, എൻ്റെ ഉപസ്ഥം എന്നൊക്കെ പറയുമ്പോഴും, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇതൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയാറില്ല, ഞാൻ കണ്ടു എന്നാ പറയാറ്. കാതുകൊണ്ട് കേട്ടു എന്ന് പറയാറില്ല, ഞാൻ കേട്ടു എന്നാ പറഞ്ഞത്. കാലുകൊണ്ട് നടന്നു എന്നല്ല പറയാറ്, ഞാൻ നടന്നു എന്നാ പറയാറ്. ഇതൊക്കെ ഞാൻ, അതായത് ആത്മാവ് ചെയ്യുന്നത് പോലെയും ചെയ്യിക്കുന്നത് പോലെയും ഒക്കെ നമ്മൾ വ്യവഹരിക്കാറുണ്ട്. ഇത് ആത്മയാഥാത്മ്യത്തെ അറിഞ്ഞ വിജ്ഞാനിയെ സംബന്ധിച്ച് ഇതൊന്നും അയാൾ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ ചെയ്യുന്നില്ലെന്ന് അറിയുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കും, അത് അതിൻ്റെ സ്വഭാവമാണ്. കാണുക എന്നുള്ളത് കണ്ണിൻ്റെ പണിയാണ്, കേൾക്കുക എന്നുള്ളത് ചെവിയുടെ പണിയാണ്. ഇതുപോലെ മറ്റ് ഇന്ദ്രിയങ്ങളെയും മനസ്സിലാക്കണം. ആ സ്വഭാവത്തെ മാറ്റാൻ സാധ്യമല്ല. പക്ഷെ അതിൻ്റെ പിന്നാലെ ഞാൻ കണ്ടുവല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന വേവലാതിയില്ല, ഒന്നും അയാൾക്കില്ല. കാരണം അതതിൻ്റെ സ്വഭാവമാണ്. കയ്പയുടെ സ്വഭാവമാണ് കഴിക്കുക എന്നുള്ളതെന്ന് മനസ്സിലാവുമ്പോൾ ആ സ്വഭാവത്തെ മാറ്റാൻ സാധാരണ ആളുകൾ ചിലതൊക്കെ കാണാതിരിക്കുന്നു, ചിലതൊക്കെ കാണുന്നു. ഇത് കാണരുത്, ഇത് കഴിക്കരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ വിധി നിഷേധങ്ങളെ ബാധിക്കുമ്പോൾ തത്വജ്ഞാനിയെ സംബന്ധിച്ച് അയാൾ ഒന്നും കാണാതിരിക്കുന്നില്ല, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം സ്പർശിക്കുന്നുണ്ട്, എല്ലാം രുചിക്കുന്നുണ്ട്. എന്തൊന്നായാലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതിൻ്റെ സ്വഭാവം നടക്കട്ടെ, ഞാനായിരിക്കുന്നു. എപ്പോഴാണോ ഈ ഇന്ദ്രിയ വ്യാപാരങ്ങളുടെ പിന്നാലെ നമ്മൾ പോകുന്നത്, രണ്ട് തരത്തിലായാലും നമ്മൾ പോവുകയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞാലും ഇത് പാടുണ്ട് എന്ന് പറഞ്ഞാലും രണ്ടും അതിൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി 10 റൂം അടച്ചിട്ടുണ്ട്, ഒരു റൂം തുറക്കരുത് എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? എന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്താന്നായി? അപ്പം രണ്ട് തരത്തിലായാലും, നിഷേധിച്ചാലും അതെ, സ്വീകരിച്ചാലും ശരി, രണ്ടും ചെയ്യുന്നില്ല. അതൊക്കെ കരണവ്യാപാരങ്ങൾ എന്താച്ചാൽ നടക്കട്ടെ, ഞാൻ അതിൻ്റെ പിന്നാലെ ഇല്ല, ഞാനായിട്ടിരിക്കുന്നു. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത, അതാണ് മനുഷ്യൻ്റെ കഴിവ്. മറ്റ് ജീവികളെ സംബന്ധിച്ചതല്ല. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധി കൊണ്ട് മനുഷ്യന് സാധിക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ പ്രാഥമിക തലത്തിൽ ഒരു സാധകനായ ഒരാൾ, മുമ്പ് നമ്മൾ പഠിച്ച പോലെ ഒരു കർമ്മയോഗി ഇങ്ങനെയല്ല. അയാൾ നല്ലതിലേക്ക് പോവുകയും വേണം, ചീത്തതിൽ നിന്ന് നിവർത്തിക്കുകയും വേണം. അയാളെ സംബന്ധിച്ചതുണ്ട്. അങ്ങനെ ചെയ്ത് അത് ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്തിട്ട് വേണം ഈ തലത്തിലേക്ക് എത്താൻ, തത്വവിജ്ഞാനിയാവാൻ. തത്വവിജ്ഞാനി ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് അതിൽ പോകുന്നില്ല. അതെല്ലാം എന്തായി? അത് ഇന്ദ്രിയ വ്യാപാരമാണെന്ന് ആൾ തിരിച്ചറിഞ്ഞു. അതിനെ നിഷേധിക്കുന്നുമില്ല, അതിനെ ഒട്ട് സ്വീകരിക്കുന്നുമില്ല, അതിനെ ഒട്ട് പിന്തുടരുന്നുമില്ല. അയാള് കർമ്മ സന്യാസ നിഷ്ഠയിലാണെന്നാണ് പറഞ്ഞത്. അയാളാണ് സന്യാസിയാവാൻ അധികാരി. ഇപ്പൊ പലവിധ സാധനകളിലൂടെ നിരന്തരമായ ജപം, സ്തുതികള്, പൂജകള് ഒക്കെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്ത് ചിത്തശുദ്ധി ആയിക്കഴിഞ്ഞാൽ, നല്ലതിനെ മാത്രം സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ച് നല്ലതുമില്ല, ചീത്തയില്ല. കാരണം അയാളിൽ അതിലൊന്നും അയാൾക്ക് പ്രസക്തിയേ ഇല്ല. ഞാൻ ഇത് ചെയ്യുന്നു, ഇതെന്നാൽ ചെയ്യപ്പെടേണ്ടുന്നത് എന്ന് തുടങ്ങിയ അഹങ്കാര മമത്വങ്ങളൊന്നും അയാളിൽ ഇല്ലാത്തത് കൊണ്ട്
അയാൾ കർമ്മമാർഗത്തെ അനുവർത്തിക്കേണ്ടതില്ല, അയാൾ കർമ്മം ചെയ്യുന്നേയില്ല. അപ്പം ഞാൻ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം ശരീരം പ്രവർത്തിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് തോന്നും. ആത്മാവാണ് താനെന്ന യാഥാർത്ഥ്യം അറിയുന്ന വിജ്ഞാനിയാവട്ടെ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ ഒരു സാക്ഷിയെ പോലെ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സാക്ഷിയെ പോലെ. അങ്ങനെ സാക്ഷി രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു അഭ്യാസമാണ്. എവിടേക്കാണോ പോണത് അത് പോവാതാവും. ആ പോകുന്നിടത്ത് എന്താ ഉള്ളത് എന്നൊക്കെ വിചാരം ചെയ്യും. അതിൻ്റെ കാര്യാകാര്യ വിവേചനം സാമർഥ്യം നടക്കും. അങ്ങനെയുള്ളൊരു തത്വജ്ഞാനി ഞാനൊന്നും ചെയ്യുന്നില്ല, ഇന്ദ്രിയങ്ങൾ അവയുടെ പണിയെടുക്കുന്നു, ഇതാണ് ജ്ഞാനിയുടെ നില. ഒന്നും ചെന്നു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ. ഒന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മങ്ങളും ചെയ്യുന്നില്ല. എന്നാലോ ബാഹ്യലോകത്ത് മറ്റൊരാൾ ചെയ്യുന്നതിലധികം എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ ചെയ്യുന്നുള്ള ഭാവമുള്ളത് ഇല്ലാത്തത് കൊണ്ട് അയാൾ ഒരു കർമ്മം ചെയ്യുന്നില്ല. എല്ലാ മേഖലയിൽ ഈ പരിമിതി ഇല്ലാത്തത് കൊണ്ട്, എൻ്റെ എന്നുള്ള പരിമിതി ഇല്ലാത്തത് കൊണ്ട് അയാളെ പോലെ ലോകത്തെ സ്നേഹിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല. അയാളെ പോലെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും രുചിക്കാനും ഒന്നും മറ്റൊരാൾക്ക് സാധിക്കില്ല. അയാൾക്ക് നല്ലതുപോലെ കാണുന്നുണ്ട്, കണ്ണടച്ച് പിടിച്ചിരിക്കുകയല്ല, കണ്ണടച്ച് ഇരുട്ടാക്കലല്ല. മൃഗതൃഷ്ണികയിൽ ജലമുണ്ടെന്ന ബുദ്ധിയോടെ ജലപാനത്തിന് പ്രവർത്തിച്ച ഒരാള് അവിടെ ജലമില്ല എന്നറിഞ്ഞിട്ടും അവിടെ തന്നെ ജലപാന പ്രയോജനത്തിനായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ദൃഷ്ടാന്തം പറയുകയാണ്. അതായത് മരുഭൂമിയിൽ വെയിലുള്ള സമയത്ത് ദൂരെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനെയാണ് മൃഗതൃഷ്ണിക എന്ന് പറയുക. ഈ മൃഗതൃഷ്ണിയെ കണ്ടിട്ട് ജലപാനത്തിനൊരാൾ അങ്ങോട്ട് ഓടുക. ഓടിയിട്ട് എന്താണ്, അവിടെ ജലമില്ലെന്ന് കണ്ടാൽ വീണ്ടും അത് ഭ്രമമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും അയാൾ ദാഹശമനത്തിന് അങ്ങോട്ട് ഓടുവോ? ഓടില്ല. ഇതുപോലെ അജ്ഞാനദശയിൽ അയാളുടെ കരണവ്യാപാരങ്ങൾ, ഈ അഹം മമഭാവങ്ങൾ ഉണ്ടായപ്പോൾ പലതിലേക്ക് ഓടിയിട്ടുണ്ട്. അതിപ്പോൾ അയാൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു സിനിമ കണ്ടതുപോലെ. ഈ അറിവ് നേടിയാൽ, വിജ്ഞാനിയായാൽ പിന്നെ അയാൾ ഓടുന്നില്ല. അല്ലാത്തവരൊക്കെ വീണ്ടും വീണ്ടും ഓടുന്നുണ്ട്. എത്രയൊക്കെ അനുഭവങ്ങൾ വന്നാലും ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുള്ള സന്നികർഷത്തിൽ നിന്ന് അത് കിട്ടിയാൽ കൊള്ളാം, സുഖം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ ഓടുക തന്നെയാണ്, പരക്കമ്പായി തന്നെയാണ്. എത്രയൊക്കെ ഒരാൾക്ക് ആനന്ദം നേടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ആനന്ദത്തിന് പോകും. ലക്ഷ്യത്തിലെത്തിയ ഒരാൾ പിന്നെ മാർഗത്തിലേക്ക് പോവാറില്ലല്ലോ. മട്ടുപ്പാവിൽ എത്തിയ ഒരാൾക്ക് പിന്നെ കോണീൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരിക്കലും തൃപ്തി വരുന്നില്ല. എന്നിട്ടും പിന്നെയും തൃപ്തി കിട്ടും. ഇന്ന് തൃപ്തി കിട്ടിയില്ല, നാളെ ആവാം, നാളെ വിചാരിക്കും മറ്റന്നാളാവാം. ഇങ്ങനെ സുഖത്തെ അന്വേഷിച്ച് 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 ഈ മൃഗതൃഷ്ണികയിൽ ജലമുണ്ടെന്ന് വിചാരിച്ച് ഓടുന്നത് പോലെ അജ്ഞാനി ഓടുന്നു. വിജ്ഞാനിയെ സംബന്ധിച്ച് ഇനി അതെല്ലാം എന്താണ്? അതിൽ വെള്ളമില്ലെന്നറിയാം, അവിടെ ദാഹം തീർക്കാനുള്ള ജലമില്ലെന്നറിയാം. അതുപോലെ തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ദാഹം അകറ്റാനുള്ള ഒന്നും തന്നെ ഈ കാണപ്പെടുന്ന അവയിലൊന്നും ഇല്ലെന്നറിയുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരു മഹാത്മാവ്, അയാൾക്ക് സർവകർമ്മ സന്യാസി അല്ലാതാവുവാൻ സാധിക്കില്ല. ഈ അറിവ് നേടിയ ഒരാൾ, ജ്ഞാനം സന്യാസ ലക്ഷണം, ഈ ഒരു അറിവ് നേടിയ ഒരാൾക്ക് പിന്നെ തിരിച്ചു പോവാൻ സാധ്യമല്ല. അയാള് സന്യാസിയാണ്. അയാൾ ആത്മാവിൽ രമിക്കുന്നവനാണ്, ശരീരത്തിൽ രമിക്കുന്നവനല്ല.
അങ്ങനെ ആ മഹാത്മാവ് കഴിയുന്നു. അയാൾ ബാഹ്യമായ വേഷം ധരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു സന്യാസിയെ സംബന്ധിച്ച് കേവലം ലോകസംഗ്രഹം മാത്രമാണ് ശേഷിക്കുന്നത്. അതും അയാളുടെ കർത്തവ്യമൊന്നുമല്ല. അയാളുടെ കേവല വർത്തനം തന്നെ ലോകാനുഗ്രഹമാണ്. ഇനി അയാൾ ലോകത്ത് വല്ലതും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും കർമ്മമല്ല. അയാൾക്ക് ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ഫലം എനിക്കെന്ന് അയാൾക്കില്ലാത്തത് കൊണ്ട് അയാൾ ചെയ്യുന്ന സർവകർമ്മങ്ങളുടെ ഫലവും ലോകത്തിനായിക്കൊണ്ട് തീരുന്നു. അയാളുടെ ശരീരം 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നല്ലതാണെന്ന് പറയാൻ സാധ്യമല്ല. അവശ്യം നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട്, ഗുണമുണ്ടെങ്കിൽ ദോഷമുണ്ട്. മിശ്രമാണ് ജീവിതം. 100% ഞാൻ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഒരു നാവിനും പറയാൻ വയ്യ. അപ്പോൾ അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അയാൾക്ക് വരുന്നില്ലെങ്കിൽ അതെങ്ങനെ എവിടേക്ക് പോകുമെന്ന് ചോദ്യമുണ്ട്. ഇപ്പോൾ പറയാണ്, അയാൾക്ക് കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഇല്ലാത്തതുകൊണ്ട്, അഹങ്കാര മമത്വങ്ങളില്ലാത്തത് കൊണ്ട് ഒരു സന്യാസിയെ ആരാണോ വന്ദിക്കുന്നത്, നമസ്കരിക്കുന്നത്, അവർക്ക് അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ അയാൾക്ക് പോകുന്നു. ആരാണോ അയാളെ നിന്ദിക്കുന്നത്, അയാൾ ചെയ്യുന്ന ചീത്ത കർമ്മങ്ങളുടെ ഫലമൊക്കെ ആ നിന്ദിക്കുന്നവർക്കും പോകുന്നു. അയാൾ അപ്പോഴും മുക്തൻ. അയാൾക്ക് കർമ്മഫലത്തിൻ്റെ ഫലത്തിനായിക്കൊണ്ട് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നില്ല. അതൊക്കെ ലോകത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ പുണ്യഭാവങ്ങളെല്ലാം ആർക്ക് പോവും? അത് ലോകം ഏറ്റെടുത്തോളും. ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ചോദ്യം, അതൊരു ദോഷമല്ലേ? അയാളുടെ ഭാവമൊക്കെ മറ്റുള്ളവർ കൊടുക്കുക, അങ്ങനെയല്ല. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആരെയാണോ നിന്ദിക്കുന്നത്, ആ നിന്ദിക്കുന്നതിൽ അയാൾക്ക് എന്നെ നിന്ദിച്ചുവല്ലോ എന്ന് തോന്നാത്ത ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് ആരോടാണോ അത് പറഞ്ഞത്, ആരോടാണോ അത് ചെയ്തത്, അത് അയാൾക്ക് തന്നെ കിട്ടുന്നു. പനേമൽ ഇത് മുട്ടുപോലെ എന്ന് പറയാറില്ല, അതുപോലെ. അതുകൊണ്ട് അഹങ്കാരം മമത്വങ്ങൾ ഇല്ലാത്ത ഒരു സന്യാസി യാതൊന്നും ചെയ്യുന്നില്ല എന്ന അറിവിൽ അയാൾ പൂർണ്ണനാണെങ്കിൽ, അവിടെ അടിവരടണം, സന്യാസി ആയതുകൊണ്ട് അങ്ങനെയാണ് എന്ന് അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ, അറിവ് കൊണ്ട് ആ ഒരു തലത്തിലെത്തിയ ആളാണെങ്കിൽ, അത് ബാഹ്യമായ ഒന്നുകൊണ്ടും അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് അയാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും കർമ്മം എടുക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അയാളുടെ കർമ്മഫലം 2 തരത്തിലുള്ളതും ലോകം പങ്കിട്ടെടുത്തോളും. അയാൾക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയോടെയും മമത്വ ചിന്തയില്ലാതെയും നിഷ്കാമകർമ്മത്തെ അനുഷ്ഠിക്കുന്ന ഒരാളാണെങ്കിലോ എന്ന് ചോദ്യം. അവർ സന്യാസിയല്ല, അയാൾ നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞ സന്യാസിയല്ല. അവിടെ കർമ്മമുണ്ട്, അത് മാർഗമാണ്. അങ്ങനെയുള്ള ഒരാളോ, അത്തരം കർമ്മയോഗിയുടെ കർമ്മം എങ്ങനെയാണ് അയാളിൽ പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മമേ ഇല്ല, അതുകൊണ്ട് ബന്ധനത്തിന്റെ പ്രശ്നമേ ഇല്ല. എന്നാൽ അജ്ഞാനിയായ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ച് അപ്രകാരമല്ല. അയാൾക്ക് കർമ്മമുണ്ടല്ലോ. അപ്പോൾ ആ കർമ്മം എങ്ങനെയാണ് കർമ്മയോഗിയിൽ പ്രവർത്തിക്കുന്നത്? ഈ ഒരു വിഷയത്തെയാണ് 10ാമത്തെ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതവിടെ പഠിക്കാം.